ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അവധിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നത് ഉപ്പുപാടം കാണണമെന്ന് കുറേ നാളായിട്ടൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ പോയി കളയാന്ന് വിചാരിച്ചു. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല മസ്കറ്റിൽ നിന്ന്, ഏകദേശം ഒരു 105 കിലോമീറ്റർ, ഒരു 1.25 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പിടിക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് കൊറിയാത്ത് ഡാമിൻ്റെ അടുത്തായിട്ടാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടും. വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസ്കറ്റിൽ നിന്ന് അമറാത്ത് വഴിയാണ് ഈ റൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വഴിയും അതുപോലെ ആ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വല്ല കഴുതുകളെയോ ഒട്ടകത്തിനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ കിട്ടും. ഇനി ഈ പോണ റൂട്ടുകളിലൊക്കെ ആവശ്യത്തിന് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. പിന്നെ ഈ ഉപ്പുപാടം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡിലേക്ക് കയറണം. എന്നിട്ട് ഒരു ഏകദേശം ഒരു 1-2 കിലോമീറ്റർ നമുക്ക് കുറച്ച് ഓഫ് റോഡ് പോകാനുണ്ട്. പക്ഷെ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ചത് സലൂകാറാണ്. അതിനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പോവാം. പിന്നെ എല്ലാവരും ഈ ഉപ്പുപാടം കാണുമ്പോൾ തന്നെ നമ്മൾ നിർത്തരുത്. കുറച്ചും കൂടി അതിൻ്റെ എൻഡിലേക്ക് പോകാൻ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവിടെ വൈഡായിട്ട് കാണാൻ കിട്ടും. നമ്മുടെ നാടുകളിൽ ഉപ്പുപാടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഒമാനിൽ ഇതേപോലെ വലിയൊരു ഉപ്പുപാടം എല്ലാവർക്കും അറിയാൻ പറ്റുമോ? അതേ നോക്കിയേ, ഒരുപാട് ഉപ്പ് കണ്ടങ്ങളുണ്ട്. ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ടാണ് ഇവർ ഉപ്പൊക്കെ സെറ്റ് ആക്കണത്. പക്ഷേ വെള്ള കളറില്ലാതെ പിങ്ക് പോലുള്ള വേറെ കളറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ അതെല്ലാം തന്നെ ഉപയോഗയോഗ്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ ഉപ്പുപാടം കാണാൻ തന്നെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മസ്കറ്റിൽ നിന്ന് നോക്കണമെങ്കിൽ ഏകദേശം 1 അവർ ദൂരമുള്ളൂ. അതായത് ഏകദേശം ഒരു 106 കിലോമീറ്റർ മസ്കറ്റിൽ നിന്നുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഉപ്പുപാടൊക്കെ കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മക്കൾക്കും കൂടി ഇത് കാണുന്ന സമയത്ത് അവർ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് നേരിട്ട് തന്നെ അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇവർ ഈ വെള്ളം കൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കണ്ടങ്ങളാക്കിയിട്ട് ഇടും. അതേപോലെ ഇതിൻ്റെ മുകളിലൊക്കെ വേണ്ട നമുക്ക് ഈ ഐസ് പോലെയൊക്കെ ഇതേപോലെ ഉപ്പൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ മാത്രമല്ല അടിയിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഫിൽറ്ററായിട്ട് വരുന്ന ഉപ്പുകളൊക്കെ കോരി ഇങ്ങനെ മുകളിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചാക്കിൽ നിറച്ചിട്ട് പിന്നെ ഓരോ ഒമാനിസൊക്കെ വന്നിട്ടാണ് അവർ ഈ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് ഇതേപോലെ. അത് പിന്നെ നമ്മൾ ഓരോരോ ഫാക്ടറികളിലൊക്കെ പോയിട്ട് ഉപ്പിൻ്റെ ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിനെ പിന്നെ എന്തോ റിഫൈൻ ചെയ്തിട്ടൊക്കെയാണ് ഓരോ പൊടിപ്പായിട്ടും അയോഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പാക്കി മാറ്റുന്നത്. പിന്നെ ഇവർ പറയാറുണ്ട്, അതായത് വൈറ്റ് കളറായിട്ടുള്ളത് നമുക്ക് പിന്നെ എടുക്കാം, പക്ഷേ പിങ്ക് കളർ പോലത്തെ വരണമെന്നൊന്നും എടുക്കാൻ പാടില്ല എന്ന് കണ്ടത്. ഈ പിങ്ക് കളറുള്ള ഇതൊക്കെ പിങ്കാണ്, ഇതൊക്കെ അവർ കോരിയിട്ടില്ല. ഇതൊക്കെ ഫുള്ളായിട്ട് പിങ്കാണ്. ദേ ഇവിടെ പിങ്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊന്നും കോരിയിട്ടില്ല. വൈറ്റ് ആയിട്ടുള്ള എല്ലാം കോരിയിട്ടുണ്ട് കേട്ടോ, പിങ്ക് ആയിട്ടുള്ള മാത്രം അവിടെ കോരിയിട്ടില്ല. എനിക്കെന്താ തോന്നുന്നു ഇവർക്ക് അത് എന്തോ നല്ല ഉപ്പല്ല എന്ന് അങ്ങനെ എന്തോ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിന്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്കൊരു അത്യാവശ്യം റീൽസോ നല്ല ഫോട്ടോസ് വെറൈറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിലും നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട നല്ല സൂര്യനുകൾ ഏകദേശം ഒരു 4 മണി 5 മണി ആ ടൈമിലൊക്കെ വരണമെങ്കിൽ ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും. കുറച്ച് വെയിലൊക്കെ ആറിയിട്ട് വരണമെങ്കിലേ അപ്പോൾ നല്ലൊരു കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണാനായിട്ട്, അതും ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ആ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണ ഒരു എന്ന് പറയുന്ന ഒരു നല്ലൊരു അവസരം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് എന്താ പറയുക അതൊക്കെ എങ്ങനെയാണെന്നുള്ള സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്നേ തന്നെ ഓരോ ചാക്കായിട്ട് വാരുന്നു. ഇതേപോലെയാണ് ഒരു ചാക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ്. എനിക്ക് തോന്നുന്നത് ഫാക്ടറിക്ക് കൊടുത്തയക്കാൻ തന്നെയാണ്. വേണ്ട ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് വാരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ വാരി ഇതേപോലെ ചാക്കാക്കി വെക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വണ്ടികളൊക്കെ വന്ന് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. അകലെന്ന് കണ്ട വണ്ടികളൊക്കെ വന്ന് ഫില്ല് ചെയ്യണം, ഒക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ വണ്ടിക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ഉപ്പുപാടൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു കൃഷിയൊക്കെ നടത്തുന്ന ഒരു ഏരിയ കാണാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മാവ്, നാരങ്ങ, അത് നാരങ്ങയുടെ സീസണാന്ന് തോന്നുന്നു. നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, ഒരുപാട് നാരങ്ങ ഉണ്ട്. അതുപോലെ നിങ്ങൾ കിടക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കുക, അതിനുള്ളിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല. കമ്പി വേലിയൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്തതാണ്, പ്രൈവറ്റ് ഏരിയ ആണ്. അതുപോലെ നിങ്ങൾ ഈ നിൽക്കണ ഏരിയ ഒക്കെ നോക്കിക്കോളാം, കാരണം നല്ല മുള്ളുള്ള അടിപൊളി സാധനങ്ങളാണ്. കാലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു വിശാലമായ പാർക്കിംഗ് കൂടിയ ഒരു ഏരിയ കാണാം. അതായത് ഒരു പാർക്ക് പോലെയാണ് ഒരു സെറ്റ് ചെയ്തത്. അതേപോലെ ഇവിടെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക് പോലെയുണ്ട്. നമുക്ക് വാക്ക് ചെയ്യാനോ ഓടാനോ ഒക്കെ ആയിട്ട് വളരെ ലെങ്തിയാണ്. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിൽ മേലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കത്താ ദൂരത്തേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് നൈറ്റൊക്കെ വന്ന് നിങ്ങൾക്ക് വാക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേണ്ട ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുപോലെ ഈ ലൈറ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഈ കൊറിയാത്തുള്ള ഈ ഉപ്പുപാടത്തെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.